സർ, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഫോണിൽ വിളിച്ച് ഉക്രൈൻ റഷ്യ വാറിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഓർക്കണം, ഫ്രാൻസിന്റെ പ്രസിഡന്റാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് ഈ വാറിനെ കുറിച്ചും ഇത്തരം ലോക വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ കുറെ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുമായി ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഫ്രാൻസ് ഇന്ത്യക്ക് അനുകൂലമാണ് എന്ന് വേണ്ടേ കരുതാൻ? കാരണം ഇന്ത്യ എടുക്കുന്ന പല നിലപാടുകളിലും ഫ്രാൻസ് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഇന്ത്യയെ അനുകൂലിക്കുന്നു എന്ന് കരുതാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഫ്രാൻസ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ഒരുപക്ഷെ ഈ ആയുധ കരാറിനകത്ത് അല്ലെങ്കിൽ ആയുധ വ്യാപാരത്തിനകത്ത് ഇന്ത്യ റഷ്യക്ക് ശേഷം ഏറ്റവും കൂടുതൽ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് റഫേലിന്റെ കാര്യം അറിയാലോ, ഫ്രാൻസ് ആണ്. മാത്രമല്ല നമ്മുടെ സൈനിക പരിശീലനം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാറുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരാറുണ്ട്, അവർക്ക് വേണ്ട സൈനിക പരിശീലനം. അപ്പൊ വിവിധ മേഖലയിൽ ഇന്ത്യയുമായിട്ട് അതേ രീതിയിൽ ബന്ധം പുലർത്തിക്കൊണ്ടു പോകുന്ന ഒരു രാജ്യമാണ് വളരെ കാലമാണ്. മാത്രവുമല്ല, ആ രാജ്യത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ അടിയന്തര ഘട്ടത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ റഷ്യയും ഇസ്രായേലും പോലെ തന്നെ ഇതുപോലെ സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ഫ്രാൻസ്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഫ്രാൻസ് നമുക്ക് ഈ ഉപരോധം ഇപ്പോഴൊന്നും അല്ല. ഇപ്പൊ ഈ പുതിയ ആൾക്കാർ കേൾക്കുമ്പോൾ ട്രംപ് ഏതാണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, ട്രംപിന് പുറകിലോട്ട് പരിശോധിക്കുമ്പോൾ അമേരിക്ക ചെയ്തിട്ടുള്ളത് എക്കാലവും ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഉപരോധങ്ങൾ പല ഘട്ടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളതും ആ ഉപരോധങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ച് വന്നിട്ടുള്ളതുമാണ്. ഈ അമേരിക്ക നമ്മളെ സഹായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 62-ലാണെന്ന് തോന്നുന്നു ചൈനയുടെ സമയത്ത് നമ്മളുടെ കൂടെ നിന്ന്. കാരണം ചൈന അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ്. പാകിസ്ഥാനുമായിട്ടുള്ള പല യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ആ യുദ്ധത്തിനെല്ലാം ഏറ്റവും അവസാനം സിന്ധുവിന്റെ കാര്യം നമുക്ക് മനസ്സിലായിരുന്നു ആരുടെ കൂടെ ആയിരുന്നു. അതിനുശേഷം പരസ്യ നിലപാട്. അപ്പം പരസ്യ നിലപാട് ട്രംപ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് ടോക്കിനകത്ത് പറഞ്ഞാൽ ഇയാൾ ഒരു ശുദ്ധഗതിക്കാരനാണ്. ഇയാൾ ഈ എടുക്കുന്ന നിലപാട് തന്നെ അമേരിക്ക പുറകോട്ട് പരിശോധിക്കുമ്പോൾ എല്ലാ പ്രസിഡന്റുമാരും എടുത്ത് സായിപ്പന്മാരെന്ന് പറഞ്ഞാൽ അവർ പരസ്യമായിട്ട് ചിരിച്ചുകൊണ്ട് ചതിക്കുന്ന ഒരു നിലപാടുള്ള അല്ലാത്തൊരു സായിപ്പെന്നെ ട്രംപിനെ കാണാം. ഇപ്പൊ ട്രംപും ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തനല്ല. അമേരിക്ക പണ്ട് ഇന്ത്യക്ക് എതിരെ എടുത്തിട്ടുള്ള നിലപാടുകൾ പിന്തുടർച്ചക്കാരനാണെന്ന് വിചാരിക്കേണ്ടി വരും. അല്ലാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളതാണ് നമ്മുടെ ഒരു കുഴപ്പം എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസത്തെ ഈ പറഞ്ഞ പോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിനകത്ത് യുക്രൈനും റഷ്യയും ഒരുപക്ഷെ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം യുക്രൈനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നാറ്റോയുടെ ചെയർമാൻ ഉണ്ടുമ്പോൾ മറ്റു പല നേതാക്കന്മാരുടെയും കൂട്ടത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനകത്ത് സംസാരിച്ചു. ആ സംസാരിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ച കാര്യമാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യൻ ഭരണാധികാരി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് ഇദ്ദേഹത്തിന് ഇതിനകത്ത് ഇടപെടാൻ പറ്റുന്ന തലത്തിലൊക്കെ ഇടപെടും എന്ന് വിചാരിച്ച് സംസാരിക്കുന്നു. ഇടപെടാൻ സാധിക്കും, ഇടപെട്ടാൽ നടക്കും, ആ രീതിയിലേക്കുള്ള സംസാരം. അതിനുശേഷം ലോകത്ത് ആ യുദ്ധം അവസാനിക്കേണ്ടതായിട്ടുണ്ട്, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണെന്നുള്ള രീതിയിലുള്ള സംസാരം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ സ്വന്തമായിട്ടൊരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കരുത്തുള്ള രാജ്യം ഉണ്ടാകണം. അല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കീഴിൽ എല്ലാ രാജ്യങ്ങളും കൂടി പോകുന്നതിനെക്കാട്ടിൽ നല്ല ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു എന്നുള്ളത്. ഇതാണ് നമ്മൾ ബ്രിക്സിലൂടെ ഉരുത്തിരിക്കുന്നത്. ഇതാണിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് അമേരിക്ക ഭയക്കുന്നത്. അപ്പൊ അതിനകത്ത് G7 ഉച്ചകോടിയിൽ ഒരു കൊല്ലം ബാക്കി നിൽക്കുക, അല്ലെ 2026 ഫ്രാൻസിൽ അത് വരാൻ നിൽക്കുക. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഫ്രാൻസ് വരുന്ന അവസ്ഥയിൽ ഇതേപോലെ തന്നെ ബ്രിക്സിൻ ഇന്ത്യയിൽ വെച്ചും ഇതേ 2026 തന്നെയാണെന്ന് തോന്നുന്നു നടക്കാൻ പോവുകയും അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ത്യ വരികയും അതിനു മുമ്പേ നമ്മൾക്ക് ഈ മൾട്ടി പോളാർ സിസ്റ്റത്തെ പറ്റി ഒരു ആലോചന നടത്തി കൂടായികയോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ട്വീറ്റ് അദ്ദേഹം പരസ്യപ്പെടുത്തുകയും ആ ട്വീറ്റ് ഹിന്ദിയിൽ വരെ ഒരുപക്ഷെ അദ്ദേഹം നടത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് ഹിന്ദിയിൽ വരെ നടത്തുക എന്ന് പറഞ്ഞാൽ ഹിന്ദി എവിടെ? ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നേരത്തെ പല ഘട്ടങ്ങളിലും എതിരഭിപ്രായമുള്ളതും ട്രംപിന് അത്ര ദഹിക്കാത്തതുമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മക്രോൺ അല്ലെങ്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ്. അപ്പം അതെല്ലാം നിന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം ഒരുപക്ഷെ അമേരിക്കയുടെ തണലിൽ സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന തിട്ടൂരങ്ങൾ അതുപോലെ അനുസരിച്ച് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാത്ത, അമേരിക്കയ്ക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ എടുത്തു പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാകുന്നു. ഒരുപക്ഷെ നാളെ കാലത്തെ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ എണ്ണം
കൂടുന്ന ഒരവസ്ഥ, ഒരുപക്ഷെ ബ്രിക്സിൽ ചേരാൻ പോലും ഈ പറയുന്ന ഫ്രാൻസ് തീരുമാനം എടുത്തുകൂടായിക ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനമൊക്കെയാണ് വരുന്നത്. അത് നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഏറ്റവും ഇവർക്ക് വേണ്ടപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ്. ബ്രിട്ടനായിട്ട് നമ്മൾ വ്യാപാരക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വതന്ത്ര വ്യാപാരക്കാർ. അത് അമേരിക്കയ്ക്ക് വലിയ ഒരു അടി തന്നെയാണ്. അത് അമേരിക്കയെ തിട്ടൂരം പ്രഖ്യാപിച്ചുമ്പോഴും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ അതിന് ശേഷം നമ്മളെടുത്ത് പറയുമ്പോഴും ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ പറയുമ്പോഴും ഒക്കെ അതിനകത്തുനിന്ന് വരുന്നു. ഈ മാത്രമല്ല ഗ്രീസുമായിട്ട് നമുക്ക് ബന്ധം, ഇറ്റലിയുമായിട്ട്, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായി അല്ലെങ്കിൽ ഇറ്റലിയുമായിട്ട് നമുക്ക് ബന്ധമാണ്. അതേപോലെ അവർക്ക് ട്രംപുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധമാണ്. അപ്പൊ നമ്മളെ വിട്ടുപോകുന്ന അല്ലെങ്കിൽ നമ്മളോട് മോശമായി പോകുന്ന ഒരു അവസ്ഥയില്ല. അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും ഇടയിൽ പോലും ഈ പറയുന്ന ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടും ഇന്ത്യയോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുന്ന നിലപാടും നാളെ കാലത്തെ ഇപ്പം ഇന്ത്യ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്ന ബ്രിക്സിൽ കൂടി ഒരു മൾട്ടി പോളാർ, അതായത് ഇന്ത്യ, റഷ്യ, ചൈന, ഒരുപക്ഷെ ഈ പറയുന്ന നമ്മുടെ ബ്രസീൽ ഇവരൊക്കെ വരുന്ന ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നതും അത്തരത്തിൽ ഒരു താല്പര്യം യൂറോപ്യൻ രാജ്യം എന്നുള്ള രീതിയിൽ വരുന്നതും ഇതേ താല്പര്യത്തോടു കൂടി പല രാജ്യങ്ങൾ വരുന്നതുമായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പറയുന്ന പ്രശ്നത്തിൽ, താരിഫിന്റെ വിഷയത്തിൽ നേരത്തെ അതിർത്തി യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, ഗ്രീസ് ഉൾപ്പെടെയൊക്കെ രാജ്യങ്ങൾ പരസ്യമായിട്ട് നടത്തിയപ്പോൾ അതിനകത്തുകൂടി നമുക്ക് വ്യാപാരം നടത്താൻ കരാർ കൂട്ടുനിൽക്കുന്ന ബ്രിട്ടനെ പോലെയുള്ള രാജ്യവും ഇത്തരത്തിൽ ഇന്ത്യ വേണം, അതിനകത്ത് അമേരിക്കയുടെ അഭിപ്രായത്തോടും അല്ലെ ട്രംപിന്റെ അഭിപ്രായത്തോടും അത്ര കണ്ട് യോജിച്ചു പോകുന്നതിന് ഞങ്ങളില്ല, അല്ലെങ്കിൽ പഴയ പോലെ നിങ്ങളുടെ മേക്കോയും, ഇപ്പൊ ബ്രിക്സ് നേരത്തെ ബ്രിക്സിന്റെ തലവൻ അല്ലെങ്കിൽ ബ്രസീലിന്റെ ഭരണാധികാരി പറഞ്ഞ പോലെ ചക്രവർത്തി സംസ്കാരം ഒന്നും വേണ്ട, അമേരിക്കൻ പ്രസിഡന്റായിട്ട് അംഗീകരിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇതിനൊക്കെ വഴിമരുന്നൊരുക്കുന്നതും അത്തരത്തിലൊരു സിസ്റ്റം, ഒരു രാജ്യത്തിന്റെ കീഴിൽ എല്ലാവരും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മൾട്ടി പോളാർ വേർഡ് സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അത്തരത്തിൽ ഈ പറയുന്ന ആ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന, ഇപ്പം അങ്ങനെ നിൽക്കുന്ന രാജ്യത്തിനകത്ത് കരുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഞാൻ എന്താ പറയുക റഷ്യയും ചൈനയും ഒരുപക്ഷെ ഇന്ത്യയും ഒക്കെ വരുമ്പോൾ അതേ കരുത്തോടു കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ഉണ്ടെന്നും അതേ കരുത്തോടു കൂടി നിൽക്കാൻ രാജ്യത്തിന്റെ കാര്യം ബ്രസീൽ ഉണ്ടെന്നും, അപ്പോൾ അതിന്റെ ഒരു കൂട്ടായ്മ കൂടുന്നുണ്ടെന്നും അതിനുവേണ്ടി ബ്രിക്സ് ഉച്ചകോടിയും ഒരു പക്ഷേ G7 ഉച്ചകോടിയിലും ഒക്കെ വരുന്നതിന് മുമ്പ് അത്തരത്തിലൊരു ചർച്ച കൊണ്ടുവരേണ്ടതായിട്ടുണ്ടെന്നും ആ ലൈൻ തന്നെയാണ് നാളെ കാലത്തെ ഈ പറയുന്ന ജിയോ പൊളിറ്റിക്സിന് യോഗ്യമായതും എന്നും ഉള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു പക്ഷേ നമ്മൾ നാളെ ഭരിക്കുമ്പോൾ ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഇവർ പറയുന്ന തിട്ടൂരം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ നടത്താൻ സാധിക്കും, ഉപരോധം എടുക്കാൻ സാധിക്കും. പക്ഷെ ഈ താരിഫും ഈ ഉപരോധവും ഒക്കെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് പഴയതുപോലെ വ്യാപിപ്പിക്കുന്നതിനും ആ തിട്ടൂരത്തിനനുസരിച്ച് രാജ്യങ്ങളെ കൊണ്ടുപോകുന്നതിനും ഇപ്പം അമേരിക്കയുടെ സിസ്റ്റത്തിന്റെ കീഴിൽ നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും നിന്നു കൊടുക്കുന്ന ഒരവസ്ഥയില്ല, അല്ലെങ്കിൽ അതിനകത്ത് അവസ്വരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം ഈ പറയുന്ന മക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ നിന്നും പലവട്ടം പറഞ്ഞതിന്റെ കൂടെ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത് അത്തരത്തിലേക്കുള്ള കാര്യം നീങ്ങുന്നു. അതായത് ട്രംപിന്റെ കയ്യിൽ കാര്യങ്ങൾ സുരക്ഷിതമല്ല. അമേരിക്ക ഇനിയും പഴയതുപോലെ എല്ലാ രാജ്യങ്ങളെയും അമേരിക്കയുടെ വരുതിയിൽ നിർത്തി പോകാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല. അത്തരത്തിൽ ഒരു സംവിധാനത്തെ എതിർക്കുന്നത് ആരാണോ അവരുടെ കൂടെ കൂടുന്നതിനുള്ള രാജ്യങ്ങളുടെ എണ്ണം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. അതായത് നമ്മളുടെ നീക്കത്തിന് ഒരുപക്ഷെ അത് ഈ RICയുടെ നീക്കമായാലും ബ്രിക്സിന്റെ നീക്കമായാലും അല്ലെങ്കിൽ ഇന്ത്യയുടെ താരിഫിന് അഗൻസ്റ്റ് ആയിട്ട് മറ്റ് രാജ്യങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അതിനെ മറികടക്കാൻ പോകുന്ന നീക്കമായാലും എല്ലാ നീക്കത്തിനും കൃത്യമായ ഒരു ഫലമുണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പിന്തുണയേറുന്നു എന്ന് വേണം മക്രോണിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും ഈ ട്വീറ്റിൽ നിന്നും നരേന്ദ്രമോദിയെ വിളിച്ച് സംസാരിച്ചതിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. യെസ്, അത് തന്നെയാണ്. ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളെ അനുകൂലിക്കാത്ത അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത രാജ്യങ്ങൾക്ക് മേലുള്ള മറ്റ് ലോക രാജ്യങ്ങളുടെ സൗഹൃദം വർദ്ധിക്കുന്നു എന്ന് വേണം കരുതാൻ. മാക്രോണും മോദിയുമായുള്ള സംഭാഷണത്തെ നമുക്ക് അങ്ങനെ കൂടി വിലയിരുത്താൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.